വെൽക്കം ടു മിസ്റ്റർ അൺബോക്സ് ആൻഡ് ട്രാവൽ. നമ്മൾ ഏകദേശം 3 ആഴ്ചയോളമായി ഒരു സ്മാർട്ട് ഫോണിൻ്റെ അൺബോക്സിങ്ങും അതുപോലെ തന്നെ റിവ്യൂവും ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞത് നമുക്ക് റിവ്യൂ യൂണിറ്റ് കിട്ടാൻ ഒരു അല്പം ബുദ്ധിമുട്ട് വന്നിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ ഒരുപാട് മോഡൽസ് അവൈലബിൾ അല്ല എന്നത് തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ഇതിന് തൊട്ട് മുമ്പ് ചെയ്തിരുന്നു. അതായത് ചിപ്സെറ്റിൻ്റെ ഇഷ്യൂ കാരണം വന്ന പ്രശ്നങ്ങളും മാർക്കറ്റിൽ, അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു ചിപ്സെറ്റിൻ്റെ ഇഷ്യൂ ഗ്ലോബലിൽ നടക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ആ ഒരു വീഡിയോ കാണാൻ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം, അതുപോലെ തന്നെ ഇവിടെ ഐക്കാർഡിലും കൊടുക്കാം. ആ ഒരു വീഡിയോ നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു സ്മാർട്ട് ഫോണിൻ്റെ അൺബോക്സിങ് വീഡിയോ തന്നെയായിട്ടാണ്. അപ്പോൾ അതേതാണ് സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇതൊരു ഫ്ലാഗ്ഷിപ്പ് കില്ലർ എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു ഫോണിനെ വിശേഷിപ്പിക്കാം. ഷവോമിയുടെ 11T 5G ഈ ഒരു സ്മാർട്ട് ഫോണാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളിലേക്കും കാര്യങ്ങളിലേക്കും കടക്കാം. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഷവോമി 11T 5G. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണാണ് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത്. ജസ്റ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബോക്സിനകത്ത് വരുന്ന കാര്യങ്ങൾ. ഒരു ട്രാൻസ്പെറൻറ്റ് CPU ഉണ്ട്, അതുപോലെ തന്നെ 67 വാട്ടിൻ്റെ ചാർജറാണ് ഈ ഒരു ഫോണിൻ്റെ കൂടെ കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ Type A to Type C ചാർജിങ് കേബിളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ ഫോണ് ഷവോമി 11T 5G. നമുക്ക് ജസ്റ്റ് ഈ ഒരു പ്ലാസ്റ്റിക് ഒന്ന് റിമൂവ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഫോണൊന്ന് ഓൺ ചെയ്യാം. അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഡിസൈനും കാര്യങ്ങളും നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ ഫോൺ ഓൺ ആയിട്ടുണ്ട്. ഡിസൈനിലേക്ക് നോക്കുകയാണെങ്കിൽ പിറകുവശത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ഗ്ലാസ് മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള സ്മഡ്ജസും കാര്യങ്ങളൊന്നും ഇതിൽ കാണാൻ സാധിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഫ്രെയിം വരുന്നത് അലൂമിനിയം ഫ്രെയിമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 8.8 mm ആണ് ഇതിൻ്റെ ബോഡി തിക്നെസ് വരുന്നത്. അതുപോലെ തന്നെ 203 ഗ്രാമാണ് ഇതിൻ്റെ ബോഡി വെയിറ്റ് വരുന്നത്. ഒരു അത്യാവശ്യം ഒരു ഹെവി ആയിട്ടുള്ളൊരു ഫോണാണ്. ഡിസ്പ്ലേയുടെ കാര്യം എടുത്താൽ കോർണിംഗ് ഗോറില്ല ഗ്ലാസ് വിക്ടസിൻ്റെ പ്രൊട്ടക്ഷനാണ് ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ IP53 ഡസ്റ്റ് ആൻഡ് സ്പ്ലാഷ് റെസിസ്റ്റൻറ്റ് പ്രൊട്ടക്ഷൻ കൂടി ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനറോട് കൂടിയിട്ടുള്ള പവർ ബട്ടണാണ് ഈ ഒരു സൈഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ നമുക്കിവിടെ കാണാൻ സാധിക്കും. മുകൾ വശത്ത് ഒരു IR ബ്ലാസ്റ്റർ, അതുപോലെ തന്നെ സ്പീക്കർ ഗില്ല് കാണാം. ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആണ്. താഴ്വശത്ത് നോക്കുകയാണെങ്കിൽ 2 നാനോ സിം കാർഡ്, 2 നാനോ 5G സിം കാർഡ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിം ട്രേ ഉണ്ട്. ഇതിൽ മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ഒരു എക്സ്റ്റേണൽ മൈക്ക്, അതുപോലെ തന്നെ Type C ചാർജിങ് പോർട്ട്. ഇവിടെ തന്നെയാണ് നമുക്ക് ഇയർഫോൺ യൂസ് ചെയ്യാൻ സാധിക്കുക. പിന്നീട് ഒരു സ്പീക്കർ ഗില്ലി. ഇത്രയാണ് ഒരു ഡിസൈനിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ 3 ക്യാമറ നമുക്ക് പിറകിൽ കാണാം. ഇവിടെ ഒരു ഷവോമിയുടെ 5G എന്നുള്ള രീതിയിലുള്ള ഒരു എംബ്ലോം കാണാം. അപ്പോൾ ഡിസൈനിൽ നോക്കുകയാണെങ്കിൽ ഒരു ഓവറോൾ നമുക്ക് അത്യാവശ്യം ഒരു പ്രീമിയം ലുക്കുള്ള ഒരു ഡിസൈനായിട്ട് തന്നെ നമുക്കിതിനെ പരിഗണിക്കാം. 3 കളേഴ്സിലാണ് ഈ ഒരു ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. എൻ്റെ കയ്യിലുള്ള മെറ്റോറൈറ്റ് ഗ്രേയും അതുപോലെ തന്നെ മൂൺലൈറ്റ് വൈറ്റും സെലസ്റ്റിയൽ ബ്ലൂ, ഈ ഒരു 3 കളേഴ്സിലാണ് ഈ ഒരു ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോണിനെ ഫ്ലാഗ്ഷിപ്പ് കില്ലർ എന്നുള്ള രീതിയിൽ വിശേഷിപ്പിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൊസസ്സർ തന്നെയാണ്. മീഡിയാടെക്കിൻ്റെ ഹൈ എൻഡ് പ്രൊസസ്സറായിട്ടുള്ള മീഡിയാടെക് ഡയമൻസിറ്റി 1200 എന്ന് പറയുന്ന പ്രൊസസ്സറാണ് ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 6 നാനോമീറ്റർ ആണ് ഇതിൻ്റെ ചിപ്സ് സൈസ് വരുന്നത്. ഒക്ടാ കോറിൽ 3 GHz ആണ് ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് വരുന്നത്. ഇനി GPU സൈഡ് പരിശോധിക്കുകയാണെങ്കിൽ മാലി G77 MC9 എന്ന് പറയുന്ന GPU ആണ് ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം GPU സൈഡും അല്ലെങ്കിൽ പ്രൊസസ്സർ സൈഡ് നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരാഴ്ചയോളമായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് ഇതിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. വലിയ നമുക്കിപ്പോൾ ഒരു ലാഗിങ്ങോ അല്ലെങ്കിൽ ഹീറ്റിങ്ങോ അല്ലെങ്കിൽ അതുപോലുള്ള ഇഷ്യൂസോ കാര്യങ്ങളോ ഇപ്പോൾ നിലവിൽ എനിക്കിതിൽ ഫീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് ഹാർഡ്വെയർ സൈഡിൽ നിന്ന് എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. ആൻഡ്രോയിഡിൻ്റെ 11 ആണ് ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, സോഫ്റ്റ്വെയർ വേർഷൻ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ MIUI വേർഷൻ വരുന്നത് 12.5.3 ആണ് വരുന്നത്. അതുകൂടാതെ 2 മെമ്മറി വേരിയൻ്റാണ് ഈ ഒരു ഫോൺ പ്രധാനമായിട്ടും ഇറങ്ങുന്നത്. 8GB റാമിൽ 128ഉം 8GB റാമിൽ 256GB മെമ്മറി വേരിയൻ്റ് ആണ് ഇറങ്ങുന്നത്. മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു ഓപ്ഷൻ ഈ ഒരു ഫോണിൽ ലഭ്യമല്ല. ഇനി കണക്ടിവിറ്റിയുടെ സൈഡ് നോക്കുകയാണെങ്കിൽ ഡ്യുവൽ 5G സിം കാർഡ്, 2 സിം കാർഡ് നമുക്കിതിൽ 5G ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ വൈഫൈയുടെ 6 ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബ്ലൂടൂത്തിൻ്റെ വേർഷൻ 5.2 ആണ് ഇതിൽ വരുന്നത്. അതുകൂടാതെ NFC കൂടി ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. 6.67 ഇഞ്ചിൻ്റെ MOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 120 Hz ആണ് ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നത്. 480 ആണ് ഇതിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ 395 പിക്സൽ പെർ ഇഞ്ച് ആണ് ഇതിൻ്റെ ഡെൻസിറ്റി വരുന്നത്. Full HD+ ആണ് ഇതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. കോർണിംഗ് ഗോറില്ല ഗ്ലാസ് വിക്ടസിൻ്റെ പ്രൊട്ടക്ഷനോട് കൂടിയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് സൈഡ് നോക്കുകയാണെങ്കിൽ
800 നിറ്റ്സ് മുതൽ 1000 നിറ്റ്സ് വരെയാണ് ഇതിൻ്റെ ബ്രൈറ്റ്നസ് ലെവൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വെളിയിലൊക്കെ പോയാലും അത്യാവശ്യം നല്ല രീതിയിൽ ആ കാഴ്ചകൾ കാണാനൊക്കെ ഈ ഒരു ഡിസ്പ്ലേയിലേക്ക് സാധിക്കും. ഓവറോൾ ഈ ഒരു ഡിസ്പ്ലേയെ കുറിച്ച് പറയുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേ ആണ് ഈ ഒരു പ്രൈസിൽ ലഭിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അത്രയും നല്ല ക്ലാരിറ്റിയിൽ അല്ലെങ്കിൽ അത്രയും നല്ല വിഷ്വൽ ക്വാളിറ്റി നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഏത് ആംഗിളിൽ എടുത്താലും വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള വിഷ്വലാണ് എനിക്കിതിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഡിസ്പ്ലേയുടെ സൈഡ് നോക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കമ്പനി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 5000 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൂടാതെ തന്നെ 67 വാട്ടിൻ്റെ ചാർജറാണ് നമുക്ക് ബോക്സിനൊപ്പം ലഭിക്കുന്നത്. 0 to 100 ഏകദേശം 36 മിനിറ്റ് കൊണ്ട് ചാർജ് ആകുമെന്നാണ് കമ്പനി പറയുന്നത്. ഏകദേശം 40 മിനിറ്റ് കൊണ്ട് എൻ്റെ ഈ ഒരു ഫോൺ 0 to 100 ആയിട്ട് ചാർജ് ചെയ്ത് എനിക്ക് ലഭിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഓവറോൾ എനിക്ക് ഈ ഒരാഴ്ചത്തെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നല്ല രീതിയിലുള്ളൊരു ബാറ്ററി ലൈഫ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ കാഴ്ചവെക്കുന്നത്. അതോടൊപ്പം തന്നെ 67 വാട്ടിൻ്റെ ചാർജർ ആയതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളൊരു ബെനിഫിറ്റ് കൂടി ഈ ഒരു സ്മാർട്ട് ഫോണിന് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സ്കാനിങ് അതുപോലെ തന്നെ ഫേസ് ലോക്ക് എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഫേസ് ലോക്ക് ഒന്ന് നോക്കാം. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഫേസ് ലോക്ക് വർക്ക് ചെയ്യുന്നതിന് ഫിംഗർ പ്രിൻറ്റ് നോക്കാം. ഫിംഗർ പ്രിൻറ്റും അതുപോലെ തന്നെ ഫേസ് ലോക്കും വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു ഫോണിൽ വർക്ക് ചെയ്യുന്നുണ്ട്. Xiaomi 11T 5G ഉൾപ്പെടുത്തിയിരിക്കുന്ന സ്റ്റീരിയോ സ്പീക്കറാണ്. ഒരു സ്പീക്കർ ഇവിടെ താഴ്വശത്തും മറ്റൊരു സ്പീക്കർ ഇവിടെ മുകൾ വശത്തായിട്ടും കാണാം. നമുക്ക് ഇതിൻ്റെ സൗണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരു സൂപ്പർ ലൗഡി എന്നുള്ള രീതിയിലല്ല, പക്ഷേ ആ ഒരു അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു സൗണ്ട് ക്വാളിറ്റിയാണ്. അതിൽ തന്നെ നമുക്കൊരു ക്രിസ്റ്റൽ ആൻഡ് ക്ലിയർ എന്നുള്ള രീതിയിൽ വളരെ നീറ്റായിട്ടുള്ള സൗണ്ട് ഔട്ട്പുട്ടാണ് എനിക്ക് ഈ ഒരു ഫോണിൽ നിന്ന് കേൾക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഗെയിമിംഗ് പെർഫോമൻസ് എത്രത്തോളം ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഓവറോൾ ഗെയിമിംഗ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഗെയിമിംഗ് പെർഫോമൻസ് തന്നെയാണ് എനിക്കിതിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. ലാഗിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫ്രെയിം റേറ്റ് ഇഷ്യൂ അങ്ങനത്തെ ഒരു കാര്യമില്ല. നല്ല സ്മൂത്തായിട്ട് കോൾ ഓഫ് ഡ്യൂട്ടി അതുപോലെ PUBG പോലത്തുള്ള ഗെയിമൊക്കെ നമുക്ക് വളരെ സ്മൂത്തായിട്ട് ഇതിൽ കളിക്കാനും സാധിക്കും. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ഒരു ഹീറ്റിങ്ങോ കാര്യങ്ങളോ എനിക്കതിൽ അനുഭവപ്പെട്ടില്ല. ഏകദേശം 1/4 മണിക്കൂറോളം കളിച്ചിട്ടും എനിക്ക് ഈവൻ ക്യാമറ സൈഡിലും ഇല്ല, എവിടെയും എനിക്കൊരു പ്രത്യേകിച്ചൊരു ഹീറ്റിങ്ങോ കാര്യങ്ങളോ എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗെയിമിംഗ് ഒക്കെ താല്പര്യമുള്ള ആളുകൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫോണുകളിലൊന്ന് തന്നെയാണ് ഈ ഒരു Xiaomi 11T 5G എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ. 3 ക്യാമറയാണ് പിറകിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 108 മെഗാ പിക്സലിൻ്റെ മെയിൻ ലെൻസ് f1.75 ആണ് അതിൻ്റെ അപ്പാച്ചർ വരുന്നത്. അതുകൂടാതെ തന്നെ ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ സപ്പോർട്ടോട് കൂടിയുള്ള ലെൻസാണ്. 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് f2.2 ആണ് ഇതിൻ്റെ അപ്പാച്ചർ വരുന്നത്. അതുകൂടാതെ 5 മെഗാ പിക്സലിൻ്റെ f2.4 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള ടെലിമാക്രോ ലെൻസ്. ഈ ഒരു 3 ലെൻസാണ് പിറകിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പിറകിലെ ക്യാമറ വെച്ച് നമുക്ക് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ എടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ മികച്ച രീതിയിലുള്ളൊരു ഫോട്ടോസും ഔട്ട്പുട്ടാണ് എനിക്കിതിൽ ലഭിച്ചിട്ടുള്ളത്. ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വീഡിയോ ഔട്ട്പുട്ടും കൂടിയാണ് എനിക്കിതിൽ ലഭിച്ചിട്ടുള്ളത്. വീഡിയോ സാമ്പിൾ ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കാം. ഈവൻ നൈറ്റ് പെർഫോമൻസ് ആണെങ്കിൽ നമുക്കൊരു എബോവ് ആവറേജ് എന്നുള്ള രീതിയിലുള്ള പെർഫോമൻസ് നമുക്കിതിൽ കാണാൻ സാധിക്കും. മാക്രോ ഫോട്ടോസൊക്കെ വളരെ മികച്ച നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡേ ഫോട്ടോസൊക്കെ എടുക്കുന്നത് ഒരു എല്ലാ ഫോട്ടോസും നാച്ചുറൽ കളേഴ്സ് എന്നുള്ള രീതിയിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ചില ഫോട്ടോസ് മാത്രമാണ് ഒരു ഇത്തിരി സാച്ചുറേറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഔട്ട്പുട്ട് ലഭിക്കുന്നത്. പക്ഷേ ഓവറോൾ നമ്മൾ ഈ ഒരു പിറകിലെ ക്യാമറ വെച്ചിട്ടുള്ള ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസിൽ ലഭിക്കുന്ന ഏറ്റവും നല്ല ക്യാമറ ഫോണുകളിൽ ഒന്ന് തന്നെയാണ് ഈ ഒരു Xiaomi 11T 5Gയുടെ ക്യാമറ സെക്ഷൻ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതാണ് MI11T 5Gയിൽ എടുക്കുന്ന ഫുട്ടേജ്. 4K 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് ഇതിൻ്റെ മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ആണ് ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഷേക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ കളേഴ്സിൻ്റെ കാര്യങ്ങൾ എടുത്താൽ ഒരല്പം സാച്ചുറേറ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് എനിക്കിതിൽ ഫീൽ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഓവർ സാച്ചുറേറ്റ് ആയിട്ടുള്ള അത്യാവശ്യം നാച്ചുറൽ ആയിട്ടുള്ള എന്നാൽ ഒരു ഇത്തിരി കളർഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് എനിക്ക് ഫീൽ ചെയ്തത്. MI11T അതുപോലെ MI11T Pro എന്നൊക്കെ പറയുന്നത് സിനിമാജിക് വീഡിയോ എന്നുള്ള രീതിയിലാണ് അഡ്വർടൈസ്മെൻറ്റ് അവർ ചെയ്തത്. അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിലുള്ള വീഡിയോക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ടുള്ള ഫോൺ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടുള്ള സൗണ്ട് ക്വാളിറ്റി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഓഡിയോയും വളരെ നല്ല രീതിയിലുള്ള ഓഡിയോ ആൻഡ് വീഡിയോ ആയിരിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇനി നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ഫീൽ ചെയ്തത് അതൊന്ന് ദയവ് ചെയ്തിട്ടൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇനി സെൽഫി ക്യാമറയുടെ കാര്യം എടുത്താൽ 16 മെഗാ പിക്സലിൻ്റെ f2.45 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള പഞ്ച് ഹോൾ ക്യാമറയാണ് ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ സെൽഫിയിൽ എടുത്തുള്ള ഫോട്ടോസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്കൊരു എബോവ് ആവറേജ് എന്നുള്ള രീതിയിൽ മാത്രം നമുക്കിതിനെ വിശേഷിപ്പിക്കാം. ഒരു 16 മെഗാ പിക്സലിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന രീതിയിലുള്ള ക്വാളിറ്റി അല്ലെങ്കിൽ ഷാർപ്നെസ് നമുക്ക് ഫോട്ടോസിൽ ഔട്ട്പുട്ടായിട്ട് ലഭിക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഞാനൊരു എബോവ് ആവറേജ് എന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്
ചില സെനേരിയോയിൽ നമുക്കൊരു ഇത്തിരി ഡാർക്കായിട്ടാണ് ഫോട്ടോ ഔട്ട്പുട്ട് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ചില സെനേരിയോയിൽ നമുക്ക് ഒരു ഓവർ ബ്രൈറ്റ്നസ് ആയിട്ടുള്ള രീതിയിലാണ് നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നത്. ചിലപ്പോൾ അതൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ അത് പരിഹരിക്കാനും ചാൻസ് ഉണ്ട്. എങ്കിലും നമുക്കൊരു സെൽഫി ക്യാമറ ഒരു 20 മെഗാ പിക്സൽ അല്ലെങ്കിൽ ഒരു 24 അല്ലെങ്കിൽ 32 മെഗാ പിക്സലൊക്കെ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ കുറച്ചും കൂടി മികവായിരുന്നൊരു ഫോട്ടോസ് ലഭിക്കുമെന്ന് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. എനിവേ നമുക്ക് ഒരു ഓവറോൾ നോക്കുകയാണെങ്കിൽ പിറകിലെ ക്യാമറ നമുക്ക് വളരെ മികച്ച രീതിയിലുള്ള ഒരു ക്യാമറ പെർഫോമൻസ് തന്നെയായിട്ട് നമുക്കിതിൽ കണക്കാക്കാം. അതുപോലെ തന്നെ സെൽഫിയുടെ ക്യാമറ നോക്കുകയാണെങ്കിൽ ഒരു എബോവ് ആവറേജ് എന്നുള്ള രീതിയിലുള്ള ഒരു ക്യാമറ പെർഫോമൻസ് ആയിട്ടാണ് എനിക്കിതിൽ ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു Xiaomi 11T 5Gയുടെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 8GB + 128GB മെമ്മറി വേരിയൻറ്റ് 1799 ഖത്തർ റിയാൽ, ഏകദേശം ഇന്ത്യയുടെ 36,000 രൂപയും 8GB + 256GB മെമ്മറി വേരിയൻറ്റ് വരുന്നത് 1899 ഖത്തർ റിയാൽ, ഏകദേശം ഇന്ത്യയുടെ 38,000 രൂപയാണ് പ്രൈസ് വരുന്നത്. പക്ഷേ ഇന്ത്യയിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയം വരെ ലോഞ്ച് ചെയ്തിട്ടില്ല. അൺഒഫീഷ്യലായിട്ട് നമുക്ക് ഇന്ത്യയിലെ പ്രൈസ് കാണാൻ സാധിക്കുന്നത് 43+ എന്നുള്ള രീതിയിലുള്ള ഒരു പ്രൈസാണ് നമുക്കിതിൽ കാണാനും സാധിക്കുന്നത്. പക്ഷേ ഇതൊരു ഒഫീഷ്യൽ പ്രൈസോ അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു പ്രൈസോ അല്ല. നമുക്ക് ഇന്ത്യയിൽ ഒഫീഷ്യലായിട്ട് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ലോഞ്ച് ഡേറ്റ് കൺഫേം ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ ഒരു പ്രൈസ് കൂടി നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോണിനെ കുറിച്ച് ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു Xiaomi 11T അല്ലെങ്കിൽ Xiaomi 11T Proയെ കുറിച്ച് കമ്പനി അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നത് Cinemagic വീഡിയോ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിനെ അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ബേസ് നോക്കുമ്പോൾ ഇതൊരു തികച്ചും ഒരു ക്യാമറ ഓറിയൻറ്റഡ് ഫോൺ എന്നുള്ളത് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. പ്രത്യേകിച്ച് പിറകിലെ ക്യാമറ വെച്ചെടുക്കുന്ന വീഡിയോസും ഫോട്ടോസൊക്കെ വളരെ നല്ല മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെക്കുന്നത്. അതുകൂടാതെ തന്നെ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടോട് കൂടിയിട്ടുള്ള സ്റ്റീരിയോ സ്പീക്കർ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. AMOLED ഡിസ്പ്ലേ ആണ്. അതിൽ തന്നെ കോർണിംഗ് ഗോറില്ല ഗ്ലാസ് വിക്ടസിൻ്റെ പ്രൊട്ടക്ഷനോട് കൂടിയിട്ടുള്ള AMOLED ഡിസ്പ്ലേ ആണ്. 67 വാട്ട് ചാർജർ വിത്ത് 5000 mAh ബാറ്ററി. അങ്ങനെ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു പ്രീമിയം ലെവലിലുള്ള ഒരു സ്മാർട്ട് ഫോണിന് വേണ്ടി എല്ലാ ഫീച്ചറും ഈ ഒരു സ്മാർട്ട് ഫോണിൽ കമ്പനി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും Xiaomi ബ്രാൻഡ് ഇഷ്ടപ്പെടുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ഈ ഒരു പ്രൈസാണ് നിങ്ങളുടെ ബജറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒരു ഫോൺ തന്നെയാണ് ഈ ഒരു Xiaomi 11T 5G എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു Xiaomi 11T 5Gയുടെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അടുത്തൊരു വീഡിയോ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് Xiaomi 11T Pro എന്ന് പറയുന്നത് ഇതിനേക്കാൾ ഹൈ വേരിയൻ്റ് ആയിട്ടുള്ള ഒരു ഫോണിനെ കുറിച്ചാണ്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ആ ഒരു പ്രൊഡക്റ്റ് നമുക്ക് കമ്പനിയിൽ നിന്ന് റിവ്യൂ യൂണിറ്റ് ആയിട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ലഭിച്ചാൽ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ അൺബോക്സ് ചെയ്യും. അതോടൊപ്പം തന്നെ ക്യാമറ റിവ്യൂ എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചും ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ആ ബെല്ലൈക്കൻ കൂടി അമർത്തുക. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.